കഴിഞ്ഞ 3 വർഷമായി ലേ ഓഫിലായിരുന്ന വിരിപ്പാക്കയിൽ സ്ഥിതി ചെയ്യുന്ന തൃശൂർ സഹകരണ സ്പിന്നിംഗ് മിൽ പ്രവർത്തനം പുനരാരംഭിച്ചു. നവീകരണ പൂർത്തീകരണത്തിന്റെയും പ്രവർത്തനം പുനരാരംഭിക്കുന്നതിന്റെയും ഉദ്ഘാടനവും സ്വിച്ച് ഓണും വ്യവസായ മന്ത്രി പി രാജീവ് നിർവഹിച്ചു. മിൽ തുറന്നു പ്രവർത്തിപ്പിക്കുന്നതിനായി സേവ്യർ ചിറ്റിലപ്പള്ളി MLA നേതൃത്വത്തിൽ നിയമസഭയിലും വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ടും നടത്തിയ നിരവധിയായ ഇടപെടലുകളാണ് ഇതോടെ ലക്ഷ്യത്തിലെത്തിയത്. മിൽ 3 മാസത്തേക്ക് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ 2.50 കോടി രൂപയുടെ പഞ്ഞി കോട്ടൺ ബോർഡ് വഴി ഇപ്പോൾ തന്നെ മില്ലിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. സംസ്ഥാനത്താകെ സ്പിന്നിംഗ് മില്ലുകളുടെ 67 കോടി രൂപയുടെ വൈദ്യുതി കുടിശ്ശിക സംസ്ഥാന സർക്കാർ എഴുതിത്തള്ളിയപ്പോൾ അതിൽ 23 കോടി രൂപയും വിനിയോഗിച്ചത് വിരിപ്പാക്ക സ്പിന്നിംഗ് മില്ലിനായാണ്. തൊഴിലാളികളുടെ PF ഗ്രാറ്റുവിറ്റി എന്നിവയ്ക്കായി 1.60 കോടി രൂപ നിലവിൽ വിനിയോഗിച്ചെന്നും 2.50 കോടി രൂപ കൂടി അനുവദിക്കുന്നതിനുമുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. സീതാറാം മിൽസ് ലാഭത്തിൽ എത്തിച്ചതിന് സമാനമായി പൊതുമേഖലാ സ്ഥാപനങ്ങളെയാകെ വീണ്ടെടുക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും സ്ഥാപനം മെച്ചപ്പെടുന്ന മുറയ്ക്ക് തൊഴിലാളികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ പൂർണ്ണമായും ലഭ്യമാക്കുക എന്നതാണ് സംസ്ഥാന സർക്കാർ നയമെന്നും മന്ത്രി പി രാജീവ് വ്യക്തമാക്കി. 30 കോടി രൂപ ചെലവഴിച്ച് മില്ലിൽ ആധുനികവൽക്കരണ നവീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയിരുന്നു. എന്നാൽ രാജ്യത്താകമാനം ഉണ്ടായ ടെക്സ്റ്റൈൽ വ്യവസായ പ്രതിസന്ധിയും അസംസ്കൃത വസ്തുവായ പരുത്തിയുടെ ലഭ്യതക്കുറവും പ്രതിസന്ധി സൃഷ്ടിച്ചു. സ്ഥാപനം വീണ്ടും തുറന്നു പ്രവർത്തിപ്പിക്കുന്നതിനായി നിരവധി പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തിയത്. മില്ലിന്റെ 23 കോടി രൂപയുടെ വൈദ്യുതി കുടിശ്ശിക സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് മില്ലിന്റെ ബാധ്യതയിൽ നിന്നും എഴുതിത്തള്ളി. റവന്യൂ റിക്കവറി കേസുകൾ നിലനിൽക്കുന്നതിനിടെ സ്ഥാപനത്തിന്റെ ഓഫീസ് തുറന്നു പ്രവർത്തിക്കുന്നതിനുള്ള അനുവാദം ജില്ലാ കളക്ടർ മുഖേന ലഭ്യമാക്കുകയും പിന്നീട് മില്ല് തുറന്നു പ്രവർത്തിപ്പിക്കുന്നതിനുള്ള അനുമതി ലഭ്യമാക്കുകയും ചെയ്തു. മില്ലിന്റെ റദ്ദാക്കപ്പെട്ട GST രജിസ്ട്രേഷനു പകരം പുതിയ രജിസ്ട്രേഷൻ ലഭ്യമാക്കി. മില്ലിന്റെ മേൽക്കൂരയിലെ ചോർച്ചകൾ അടയ്ക്കുകയും മില്ലിലേക്കുള്ള ജലസ്രോതസ്സുകൾ വൃത്തിയാക്കി വെള്ളത്തിന്റെ ലഭ്യത ഉറപ്പാക്കുകയും ചെയ്തു. തെക്കുംകര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മിൽ കോമ്പൗണ്ടും പരിസരവും വൃത്തിയാക്കി. മില്ലിലേക്ക് പുതിയ വൈദ്യുതി കണക്ഷൻ ലഭിക്കാൻ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി. ട്രാൻസ്ഫോമറുകൾ സർവീസ് ചെയ്ത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കി പുതിയ ഹൈടെൻഷൻ കണക്ഷൻ നേടി. മില്ലിലേക്ക് 3 മാസത്തേക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ലഭ്യമാക്കിയിട്ടുണ്ട്. മില്ലിൽ നിന്നും വിരമിച്ച ജീവനക്കാർക്ക് നൽകുവാനുള്ള 10 വർഷത്തെ ഗ്രാറ്റുവിറ്റി കുടിശ്ശിക നൽകിയിട്ടുണ്ട്. ഇതുവഴി 76 പേർക്കാണ് വർഷങ്ങളായി നൽകാൻ ഉണ്ടായിരുന്ന ഗ്രാറ്റുവിറ്റി ഇപ്പോൾ നൽകിയത്. ബാക്കിയുള്ളവർക്ക് കൂടി ഗ്രാറ്റുവിറ്റിയും മറ്റ് ആനുകൂല്യങ്ങളും നൽകാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. കോട്ടൺ ബോർഡ് വഴി അസംസ്കൃത വസ്തുക്കൾ വാങ്ങി ആധുനിക സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ മെഷീനുകൾ പ്രവർത്തിപ്പിച്ച് മില്ലിനെ ചുരുങ്ങിയ കാലയളവിൽ പ്രവർത്തന മികവിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നത്. ആലത്തൂർ MP K രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായ ഉദ്ഘാടന ചടങ്ങിന് സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത ഉണ്ണികൃഷ്ണൻ, വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV സുനിൽകുമാർ, തെക്കുംകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EN ശശി, മിൽ ചെയർമാൻ ഡോക്ടർ KS കൃപകുമാർ, മിൽ ഡയറക്ടറും തലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാനുമായ NK പ്രമോദ് കുമാർ, മാനേജിംഗ് ഡയറക്ടർ എബി തോമസ്, BPT ചെയർമാൻ K അജിത് കുമാർ, ടെക്സ്ഫെഡ് ചെയർമാൻ PK മുകുന്ദൻ, വ്യവസായ വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി സാബു ആന്റണി, MB അരവിന്ദാക്ഷൻ, KK ചന്ദ്രൻ, MS പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു.